ഉണ്ട്. രാഗൻ, 11 മണിക്കാണ് വിധി പ്രസ്താവം. പ്രതികൾ കോടതിയിലേക്ക് എത്തുകയാണ്. ജഡ്ജി എത്തിയിട്ടുണ്ട്, അഭിഭാഷകർ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ജഡ്ജി എത്തിക്കഴിഞ്ഞു. മറ്റു പ്രതികളടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ കോടതിയിലേക്ക് എത്തും. കോടതിയിൽ രാവിലെ തന്നെ പ്രതികളോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ പ്രതികളെ ആദ്യഘട്ടത്തിൽ കോടതിയിൽ എത്തുന്ന ഘട്ടത്തിൽ കോടതി ആരൊക്കെയാണ് ഇതിൽ ഇപ്പോൾ ദിലീപ് ഇറങ്ങുകയാണ്. അഭിഭാഷകന്റെ ഓഫീസിൽ നിന്ന് ദിലീപ് ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോടതിയിലേക്ക് പോവാനായി 8ാം പ്രതി ദിലീപ് അഭിഭാഷകന്റെ ഓഫീസിൽ നിന്ന് പുറത്തു വരികയാണ്. എന്തെങ്കിലും പറയുമോ? 8ാം പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സ്വാഭാവികമാണ് അത്. വിധി കാത്തിരിക്കുന്നതിന്റെ ഒരു പിരിമുറുക്കം 8ാം പ്രതി ദിലീപിന്റെ മുഖത്തുണ്ട്. ഈ കുറ്റകൃത്യത്തിന് ശേഷം ദിലീപിനെ സംബന്ധിച്ച് അതുവരെ മലയാള സിനിമയിൽ ഉണ്ടായിരുന്ന സ്ഥാനമല്ല ദിലീപിന് കഴിഞ്ഞ 8 വർഷമായിട്ട്. അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ ജനം തിരസ്കരിക്കുന്നത് കണ്ടു. ഈ കുറ്റകൃത്യം കഴിഞ്ഞതിന് ശേഷം ദിലീപ് ഗൂഢാലോചന കേസിൽ അറസ്റ്റിലാകുന്ന സാഹചര്യം, ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്ന അടക്കമുള്ള സാഹചര്യങ്ങളിൽ ഇതൊക്കെ ഉണ്ടാകുമ്പോഴും മാധ്യമങ്ങൾക്കെതിരെ അദ്ദേഹം സ്വീകരിച്ച നിലപാട് തന്നെ ഫ്രെയിം ചെയ്യാൻ, തന്നെ ഈ കുറ്റകൃത്യത്തിലേക്ക് ഉൾപ്പെടുത്താനുള്ളൊരു ശ്രമം ഉണ്ടാകുന്നു എന്ന വലിയ വിമർശനം മാധ്യമങ്ങൾക്ക് നേരെ ദിലീപ് നടത്തിയിട്ടുണ്ട്. മാധ്യമ വിചാരണയാണ് നടക്കുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ തന്നെ ദിലീപിന്റെ അഭിഭാഷകർ പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പെൺകുട്ടിക്കെതിരായ ഒരു അതിക്രമം നടക്കുകയാണെങ്കിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും, അതായത് സ്റ്റേറ്റ് ആണ് ആ പെൺകുട്ടിക്ക് വേണ്ടി ആ നിയമ പോരാട്ടം നടത്തുന്നത്. അതിൽ പ്രതി ചേർക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിന് അതിൻ്റെ നീതി നിർവഹണത്തിൽ വെല്ലുവിളികളാകുന്ന ആളുകളാണ്. സ്വാഭാവികമായും അത്തരത്തിലുള്ളൊരു സമീപനമാണ് എല്ലാ മനുഷ്യരിൽ നിന്നും ഉണ്ടാവുക. അത് നിയമ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെയാണ്, മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അങ്ങനെയാണെങ്കിൽ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ അപ്പുറത്തേക്ക് പ്രതിപട്ടികയിൽ ചേർക്കപ്പെടുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ആ നിലയ്ക്കെതിരെ പരിഗണിക്കാനും സാധിക്കുകയില്ല. ദിലീപ് ഇപ്പോൾ അഭിഭാഷകരുടെ മുറിയിൽ നിന്ന് ഇറങ്ങി നേരെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുന്നില്ല. ഇനി കോടതിയിലേക്ക് പോവുകയാണ്. നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 10:24 കോടതിയിലേക്ക് എത്തേണ്ടതുണ്ട്. എല്ലാ പ്രതികളും തന്നെ വിധി കേൾക്കാൻ വേണ്ടി കോടതിയിലേക്ക് എത്തുകയും ചെയ്യും. കോടതി മുറിയിലേക്കുള്ള ദിലീപിന്റെ യാത്രയാണ് കാണുന്നത്. അഭിഭാഷകന്റെ